ഈ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ ഇങ്ങനെ പോയപ്പോൾ അവിടുത്തെ കുട്ടികൾ എന്നിട്ട് പറയാണ് സാറേ എക്സിക്യൂഷൻ എന്ന് പറയുന്നിട്ട് ഒരു ലെവലിലേക്ക് ഞങ്ങളുടെ പഠനം എത്തുന്നില്ല. അപ്പോൾ ഞാൻ അവരുമായി സംസാരിക്കുമ്പോൾ ഇവരെല്ലാവരും ടാലൻ്റുള്ള കുട്ടികളാണ്. ഇപ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുട്ടികളെല്ലാവരും ടാലൻ്റുള്ള കുട്ടികളാണ്, നല്ല മിടുക്കരായിട്ടുള്ള പിള്ളേരാണ്. പക്ഷേ ഇവർക്ക് ഈ ടാലൻറ്റിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ സർവകലാശാലകൾ കൊടുക്കുന്നില്ല എന്നുള്ളതൊരു വലിയ ദുര്യോഗമാണ്. പലപ്പോഴും കോർപ്പറേറ്റ് ട്രെയിനർമാർ പറയാറുണ്ട്, മെനി ഡ്രീമേഴ്സ് നെവർ സ്റ്റാർട്ട്, ബി ദ വൺ ഹു ഡസ് എന്നുള്ളത്. അതായത് ഈ സ്വപ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയതുപോലെ തന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മളൊന്ന് ഡീപ്പ് ഡൈവ് നടത്തി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഒത്തിരി കുട്ടികളുണ്ട്, ഇവരുടെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒത്തിരി ടാലൻ്റ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസ പരിസരം അല്ലെങ്കിൽ നമ്മുടെ സിലബസ് അല്ലെങ്കിൽ ആ കോളേജിൻ്റെ ഒരു അന്തരീക്ഷം അവരെ കൊണ്ട് ആ ഒരു ഡ്രീമിനെ എക്സിക്യൂട്ട് ചെയ്യിക്കാനുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നില്ല. അങ്ങനെ മുങ്ങിപ്പോകുന്ന ഒത്തിരി ടാലൻറ്റുകളും ഡ്രീമുകളും ഉണ്ട്. അതിനിടയിൽ സ്ട്രഗിൾ ചെയ്ത് കയറിപ്പോരുന്ന ആളുകളില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതൊരു കരിക്കുലത്തിൻ്റെ ഒരു പ്രശ്നമാണത്. അതായത് ഒരുത്തൻ്റെ ഉള്ളിലെ ഒരു ഡ്രീമിന് ഇപ്പോൾ പലപ്പോഴും സ്റ്റാർട്ടപ്പ് മിഷനുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓൺട്രപ്രണർ ലാബുകൾ, ഇതൊക്കെ കോളേജുകളിൽ വേണ്ടതിൻ്റെ ഒരു ആവശ്യം അതാണ്. ഒരാൾക്കൊരു ഐഡിയ തോന്നിക്കഴിഞ്ഞാൽ അത് ഒരു നാലാൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വേണം, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആളുകൾ വേണം, അത് പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന അധ്യാപകരും മാനേജ്മെൻറ്റും വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുത്തിനൊരു കാര്യം പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിയാലേ അവനോട് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് പല കോളേജുകളിൽ നിന്നും വിസ്മയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ടാലൻ്റ് എന്ന് പറയുന്നതിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് എന്ന് മാത്രം.